നമസ്കാരം. യു എയിൽ പാസ്പോർട്ട് വിസ സർവീസുകൾ വീണ്ടും ഡിലേ ആയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ പ്രകാരം BLSൻ്റെ സർവീസുകൾ അവസാനിപ്പിക്കുകയും അതുപോലെ അൽഹിന്ദിൻ്റെ സർവീസ് ഏറ്റെടുക്കാൻ അവർ ഡിലേ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ യു എയുടെ അബുദാബി ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും സംയുക്തമായിട്ട് ഒരു വാക്കിംഗ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നു. ഫസ്റ്റ് കെയിം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവർ ക്രൗഡഡ് കാരണം ഇപ്പോൾ അത് മാറ്റി അവർ ഒരു ഓൺലൈൻ പോർട്ടൽ അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഈ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ആർക്കാണോ പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ടത് അവർ മാത്രം അവിടെ പോവുക. കൂടുതൽ ക്രൗഡഡ് ഉണ്ടാക്കാതിരിക്കാൻ അത് സഹായകരമാകും. രണ്ടാമത്, നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കരുതുക. കാരണം എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് പോയി എടുത്ത് വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മൂന്നാമത്, നമ്മൾ ക്യാഷ് മാത്രം കയ്യിൽ കരുതുക. അതും ചില്ലറ ചേഞ്ചായിട്ട് നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. മാക്സിമം ആവശ്യക്കാർ മാത്രം, മറ്റുള്ള അത്യാവശ്യക്കാർ മാത്രം ഈ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകാൻ ശ്രമിക്കുക. മറ്റുള്ള അറ്റസ്റ്റേഷൻ സർവീസുകളിൽ കുറച്ച് ഡിലേ വന്നാലും മറ്റുള്ളവർക്ക് സഹായകരമായിട്ട് പാസ്പോർട്ടുകളാണല്ലോ നമുക്ക് അത്യാവശ്യം. അപ്പോൾ ആ പാസ്പോർട്ട് സേവനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിൽ ആവശ്യക്കാർ മാത്രം ഈ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മളെ അറിവിൽ പാസ്പോർട്ട് എക്സ്പയർ ആയിരിക്കുന്ന അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ആളുകളിലേക്ക് ഈ ഒരു വിഷയം ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.